യാത്രകളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ചില യാത്രകൾ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തരാറുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. എന്നാൽ ചില ഓർമ്മകൾ അങ്ങനെയല്ല. ചില യാത്രകൾ നമുക്ക് വേദന നൽകുന്നതുമായിരിക്കാം. ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും രാവിലെ തന്നെ ചെറിയൊരു യാത്രയിലാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് എൻ്റെ പപ്പ മരിച്ചിട്ട് 14 വർഷം പൂർത്തിയാവുകയാണ്. പപ്പ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പപ്പയ്ക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തെ പപ്പയുടെ ഓർമ്മ ദിവസം വരുമ്പോൾ ഒരു അനാഥാലയത്തിൽ അന്നദാനം കൊടുക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ 40 പേർക്കായിട്ടുള്ള രാവിലത്തെ ഫുഡ് റെഡിയാക്കി. പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂവും പഴവും ബിസ്ക്കറ്റും ചായയും ഇത്രയും സാധനമാണ് ഞാൻ കൊടുത്തത്. എൻ്റെ പപ്പയുടെ ഓർമ്മ ദിനത്തിൽ അനാഥാലയത്തിൽ ഇങ്ങനെയൊരു ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞാൻ യാത്ര പോവുകയായിരുന്നു. രാവിലെ ഓട്ടോയിലായിരുന്നു പോയിരുന്നത്. അവിടെ ചെന്നു വളരെ സന്തോഷത്തോടെയാണ് ഇത് കൊടുത്തത്. എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവിടെ എത്തി അവരുടെ കയ്യിലേക്ക് ഫുഡ് കൊടുത്തപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു. ആ സന്തോഷം എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നേരമെങ്കിലും ഒരാളുടെ വയറ് നിറയ്ക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. ഞാൻ ഹാപ്പിയായിരുന്നു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പോയി കണ്ടു. അതിനെയൊക്കെ കുറേ തൊട്ടും തലോടിയൊക്കെ നിന്നു. വളരെ ഹാപ്പിയായിരുന്നു. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കോൺവെൻറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കിതെല്ലാം പരിചയമുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുകയായിരുന്നു. ഇനിയും വരാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ യാത്ര തുടങ്ങി. ഞാൻ എന്തായാലും ഇന്ന് വളരെ ഹാപ്പി ആയിരുന്നു.